എന്താണ് L5S1 ഫ്യൂഷൻ സർജറി അല്ലെങ്കിൽ L5S1ന്റെ ഫ്യൂഷൻ പ്ലസ് ഫിക്സേഷൻ സർജറി? അതിനാൽ L5S1 ഫ്യൂഷനോ ഫിക്സേഷനോ ആവശ്യമാണെങ്കിൽ, സാധാരണയായി ശസ്ത്രക്രിയയ്ക്കുള്ള സൂചന അണുബാധ, ആഘാതം അല്ലെങ്കിൽ നട്ടെല്ലിൽ എന്തെങ്കിലും അസ്ഥിരതയുണ്ടെങ്കിൽ. റിവിഷൻ നട്ടെല്ല് ശസ്ത്രക്രിയയ്ക്ക് അപൂർവമായി ഞങ്ങൾ L5S1 ഫിക്സേഷനുകളും ഫ്യൂഷൻ സർജറികളും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ നട്ടെല്ലിൽ സ്പോണ്ടിലോലിസ്തെസിസ് എന്ന രൂപത്തിൽ അസ്ഥിരതയുണ്ടെങ്കിൽ, ഒരു അസ്ഥി മറ്റേ അസ്ഥിക്ക് മുകളിലൂടെ തെന്നി വീഴുകയാണെങ്കിൽ അത് അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. സാധാരണയായി ഇത് പ്രായത്തിനനുസരിച്ച് സംഭവിക്കുന്നത് ഡിസ്കിന്റെ അപചയത്തോടൊപ്പം ജോയിന്റിന്റെ അപചയവും ഉണ്ടാകുമ്പോഴാണ്. അപൂർവമായി പാർസ് ഇൻട്രാ ആർട്ടിക്യുലാറിസ് എന്നറിയപ്പെടുന്ന എല്ലിന്റെ ഒരു ഭാഗത്തെ പൊട്ടൽ കാരണം ഇത് സംഭവിക്കാം. ഇത് ലൈറ്റിക് ലിസ്തസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. രോഗി മുമ്പ് സ്ലിപ്പ് ഡിസ്ക് സർജറി അല്ലെങ്കിൽ ഡിസ്ക് നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ റിവിഷൻ നട്ടെല്ല് ശസ്ത്രക്രിയയുടെ സന്ദർഭങ്ങളിലും L5S1TLIF സർജറി ആവശ്യമായി വരും. തുടർന്ന് വീണ്ടും അതേ തലത്തിൽ ഒരു ഡിസ്ക് പ്രൊട്രഷൻ ഉണ്ടാകുമ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. കൂടാതെ ഞങ്ങൾ ചിലപ്പോൾ L5S1 ഫിക്സേഷൻ, ഫ്യൂഷൻ സർജറി എന്നിവയുടെ രൂപത്തിൽ റിവിഷൻ സർജറിക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഇത് മൈക്രോസ്കോപ്പിക് രീതിയിലൂടെയോ എൻഡോസ്കോപ്പിക് രീതിയിലൂടെയോ ചെയ്യാം. ഞങ്ങൾ ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ ചെയ്യുമ്പോൾ മുറിവ് നട്ടെല്ലിന്റെ മധ്യഭാഗത്ത് വരുന്നു. അത് ഒരു ചെറിയ മുറിവാണ്. അതിലൂടെ ഞങ്ങൾ സ്ക്രൂകളും വടികളും ഇടുന്നു. ഞങ്ങൾ ഒരു കൃത്രിമ സ്പേസറോ എല്ലുകൾക്കിടയിൽ ഒരു കൂട്ടോ ഇടുന്നു. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ നാഡി തുറക്കുന്നു. അതിനാൽ ഇത് മൊത്തത്തിൽ വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ ശസ്ത്രക്രിയയാണ്. സമാനമായ നടപടിക്രമം എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറി വഴിയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മുറിവ് വരുന്നത് നട്ടെല്ലിന്റെ വശത്താണ്, അതായത് മധ്യത്തിലല്ല, നട്ടെല്ലിന്റെ വശങ്ങളിൽ ചെറുതാണ്. അതിലൂടെ ഞങ്ങൾ ട്യൂബുകൾ ഇടുകയും സ്ക്രൂകൾ, വടി, തുറക്കൽ എന്നിവയുടെ മുഴുവൻ ശസ്ത്രക്രിയയും ഞങ്ങൾ ചെയ്യുന്നു. നാഡി L5S1 ഫ്യൂഷൻ സർജറി ചെയ്യുന്നതിനുള്ള വളരെ സുരക്ഷിതവും ഫലപ്രദവുമായ 2 രീതികളാണിത്. ശരിയായ കാരണത്താലും കൃത്യമായി സൂചിപ്പിച്ച രോഗിയിലും ശസ്ത്രക്രിയ നടത്തിയാൽ ഫലം വളരെ നല്ലതാണ്. സാധാരണയായി ശസ്ത്രക്രിയയുടെ അടുത്ത ദിവസം ഞങ്ങൾ രോഗിയെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു. രോഗിക്ക് സുഖമായി നിൽക്കാനും നടക്കാനും കഴിയും. ശസ്ത്രക്രിയ കഴിഞ്ഞ് 3-ാം ദിവസം ഞങ്ങൾ രോഗിയെ വീട്ടിലേക്ക് അയയ്ക്കുന്നു. നന്ദി.